ഹരി ഓം. കൽക്കിരൂപികളായിരിക്കുന്ന എല്ലാ നാരായണന്മാർക്കും എൻ്റെ പ്രണാമം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശീലായപ്പൻ എന്ന വിഷ്ണുയോഗി. ഞാൻ വിഷ്ണുയോഗിയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. എല്ലാവരും കൽക്കികളാണ്. അപ്പോൾ ഞാൻ 9 മണിക്ക് തന്നെ കറക്റ്റ് ലൈവിൽ വന്നതാണ്. പക്ഷേങ്കിൽ എന്തോ ടെക്നിക്കൽ പ്രോബ്ലം, ഫോണ് അത് ഡിസ്കണക്റ്റായി, അത് റീകണക്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും എൻ്റെ പ്രണാമം. എല്ലാവർക്കും, എല്ലാ കണ്ണന്മാർക്കും, എല്ലാ കൽക്കിരൂപികളായ നാരായണന്മാർക്കും ആത്മവിദ്യാപാഠം 4ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ എല്ലാം സൃഷ്ടാവായ എൻ്റെയും നിങ്ങളുടെയും സകല ചരാചരത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ നാരായണനെ വന്ദിക്കാം. ഞാൻ ഇന്ന് ഹരിനാമകീർത്തനമല്ല, ഭാഗവത കീർത്തനത്തിനകത്തെ 1-ാമത്തെ പാദത്തിനകത്തെ കുറച്ച് ശ്ലോകങ്ങളാണ് ചെല്ലാൻ പോകുന്നത്. ഭാഗവത കീർത്തനം 1-ാം പാദം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജമന്നകമേ വിലസുക നാരായണ ജയ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം പദകളയരുതാരും മരണം വരുമിനിയെന്നു നിനച്ചിഹ കരുതുക സതതം നാരായണ ജയ. കാണുന്നു ചിലർ പലതും ഉപായം, കാണുന്നില്ല മരിക്കുമിതെന്നും കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്ത് എന്നേ കാണൂ നാരായണ ജയ. കിമപി വിചാരിച്ചിടികിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ കൃമിജന്മത്തിലും എളുതായി വരുമിക വിഷയസുഖം വദ നാരായണ ജയ. കീഴിൽ ചെയ്ത ശുഭാശുഭകർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം, സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ നാരായണ ജയ. കുന്നുകൾ പോലെ ധനമുണ്ടാകിലും ഇന്ദ്രനു സമനായി വാണിടുകിലും ഒന്നുരിയാടുവതിന്നിട കിട്ട വന്നായമഭടർ നാരായണ ജയ. കുവേ വീണുഴലുന്നതുപോലെ ഗഹേ വീണുഴലുന്നു ജനാനാം അപൽഗണമകലേന്തുകിൽ മുനുജനു വാക്കുകൾ പറയാം നാരായണ ജയ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ നാരായണ തവ പാദ സരോജമന്നകമേ വിലസുക നാരായണ ജയ. ഹരി ഓം. ശശികണ്ണനെ മാത്രമേ ഞാനിപ്പം കാണുന്നുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം. ഇന്ന് ഓൾറെഡി നമ്മൾ ലേറ്റായി. ലൈജു ആദിത്യൻ കണ്ണൻ, സ്വാഗതം. ഹരി ഓം. അപ്പം നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാൻ ഞാൻ ഇന്ന് ഓൾറെഡി ലേറ്റായി. കാരണം ഞാൻ കൃത്യസമയത്ത് തന്നെ ഫോൺ ഓൺ ചെയ്താണ്. അത് സ്ലോ കണക്ഷനോ എന്തോ പിന്നെ ടെക്നിക്കൽ പ്രോബ്ലം കാരണം അതെനിക്ക് ശരിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്ത് പിന്നെ രണ്ടാമതാണ് ലൈവിൽ വന്നത്. നമുക്ക് സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റായി, 9:06 ഓക്കെ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ കാര്യങ്ങൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 ക്ലാസ്സിൽ പെട്ടെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. കാരണം നമ്മളൊരു ടീച്ചറാകുമ്പോൾ ക്ലാസ്സിലുണ്ടല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ കുട്ടികളെ എന്താ പഠിപ്പിച്ചതെന്ന് അവരെ ഒന്ന് റിമൈൻഡ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈശ്വരവന്ദനമാണ് എല്ലാത്തിലും പ്രധാനം. ആദ്യം അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ 18 തരം ശാസ്ത്രങ്ങൾ അഥവാ വിദ്യകളുണ്ടെന്ന് പറഞ്ഞു. അതിൽ മഹാവിദ്യകൾ 10 അതിൽ ഈ 18ൽ ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ എന്ന് പറഞ്ഞാൽ ആത്മവിദ്യയാണ്. എല്ലാ വിദ്യകളും പഠിക്കണമെങ്കിൽ നമുക്ക് ഗുരു വേണം. ആത്മവിദ്യ പഠിപ്പിക്കണമെങ്കിൽ ഒരു ഗുരു കൂടിയേ തീരൂ. പിന്നെ ആത്മവിദ്യ പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥ ഗുരുക്കന്മാർ. മറ്റുള്ള ഭൗതിക വിദ്യകളൊക്കെ പഠിപ്പിക്കുന്നവർ നമ്മൾ ടീച്ചർമാരെന്നാണ് പറയുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യ എന്ന് പറയുന്നത് ആത്മവിദ്യയാണ്. ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ നമ്മളെ തിരിച്ചറിയുന്ന, നമ്മളുടെ അസ്തിത്വത്തെ, നമ്മൾ എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഈ ഭൂമിയിൽ വന്നത്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു, നമ്മളുടെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ പഠിക്കും. അതാണ് ആത്മവിദ്യ. പക്ഷെ നമ്മളെക്കുറിച്ച് പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവും നമ്മളും ഭഗവാനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ ലോകത്ത് മനുഷ്യന് ദൈവത്തിന്റെ പുറകെ ഓടുകയാണ്. അമ്പലങ്ങളായ ദേവാലയങ്ങൾ തോറും മനുഷ്യൻ ഓടുന്നു, ദൈവം അവിടെ എവിടെയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ദൈവം വേറെ എങ്ങും അല്ല, ഭഗവാൻ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനാൽ വ്യാപിച്ച് കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശാവാസ്യം ഇതം സർവം. ഭഗവാൻ ഇല്ലാത്ത ഒരു ആറ്റമോ തന്മാത്രയോ കോശമോ ഒരു ജീവജാലമോ ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. സകല ചരാചരങ്ങളിലും ഭഗവാനുണ്ട്. ഭഗവാന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, ദേശമില്ല, ഭാഷയില്ല. സർവരിലും ഒരേ ഭഗവാനായിരിക്കുന്നത്. അപ്പം നമ്മൾ ഭഗവാനാണെന്ന് തിരിച്ചറിയുന്ന ആ വിദ്യയാണ് ആത്മവിദ്യ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കും നരനും നാരായണനും ഒന്ന് തന്നെയാണെന്ന്. അതായത് നമ്മളും ഭഗവാനും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ തിരിച്ചറിയും. പക്ഷെ അത് 1-2 ദിവസം കൊണ്ടൊന്നും തിരിച്ചറിയാൻ പറ്റുന്ന കാര്യമല്ല.
പിന്നീട് നമ്മൾ പഠിച്ചു സൃഷ്ടാവിനെ കുറിച്ച്. സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഭഗവാൻ. നമ്മളെ ഏകകോശത്തിൽ നിന്ന് അമ്മയുടെ ഗർഭത്തിൽ 280 ദിവസം കൊണ്ട് സൃഷ്ടിച്ചവൻ ആരോ അവനാണ് നമ്മുടെ സൃഷ്ടാവ്. എന്നെ എങ്ങനെ സൃഷ്ടിച്ചു അതുപോലെ തന്നെയാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഓരോ ചരാചരത്തിനെയും ഭഗവാൻ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് വൃക്ഷങ്ങളായാലും പക്ഷിമൃഗാദികളായാലും എല്ലാത്തിനും ഭഗവാൻ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സകല ചരാചരങ്ങൾക്കും ഒരൊറ്റ ഭഗവാനേ ഉള്ളൂ, ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ. എല്ലാ മതങ്ങളും സൃഷ്ടാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഹിന്ദുമതത്തിലുള്ളവർക്ക് ആർക്ക് സൃഷ്ടാവ് എന്താണെന്ന് അറിയത്തില്ല. അവർ പറയും എല്ലാം ബ്രഹ്മമാണെന്ന് പറയും. കാരണം അവർ രാമായണോ ഭാഗവതോ ഭഗവത്ഗീതയോ പഠിക്കുന്നവരല്ല. രാമായണം പഠിച്ചു നോക്കാം. നമുക്ക് മുഴുവൻ രാമായണം പഠിച്ചു കഴിഞ്ഞാൽ രാമൻ ഏകനാം നാരായണൻ എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. രാമൻ നാരായണനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭഗവാൻ തന്നെയാണ് പ്രപഞ്ചമെന്ന്. അതായത് നാരായണനും ഭഗവാനും ഒന്ന് തന്നെയാണല്ലോ. അതായത് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന് ഗീതയിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഭാഗവതം മൊത്തം നിങ്ങൾ തിരഞ്ഞു നോക്കിയോ. ഭാഗവതത്തിലാണ് ഭഗവാന്റെ 24 അവതാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാരായണന്റെ 24 അവതാരത്തെ. ആ 24 അവതാരങ്ങളും നാരായണനാണെന്നാണ് പറഞ്ഞത്. അപ്പം പ്രപഞ്ചത്തിന്റെ ഏക സൃഷ്ടാവ് നാരായണനാണെന്ന് ഭാഗവതവും രാമായണവും ഭഗവത്ഗീതയും ഒരുപോലെ പറയുമ്പോൾ നമ്മുടെ ഹിന്ദുമതത്തിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊന്നുമില്ല. അവർക്ക് 33 കോടി ദൈവങ്ങളെക്കുറിച്ച് അറിയുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഈ 33 കോടി ദൈവങ്ങളെ മറക്കുക. നമ്മളെയും നമ്മുടെ സൃഷ്ടാവായ നാരായണനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. ഉദയൻ കണ്ണൻ, താങ്ക് യു, നമസ്കാരം, ഹരി ഓം. നമുക്ക് ക്ലാസ് തുടങ്ങാം. കാരണം ഇത് നമുക്ക് ഇടയ്ക്ക് ഈ സംവദിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകും, നമ്മുടെ ലിങ്ക് പോകും, പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യങ്ങളൊക്കെ വിട്ടുപോകും. അപ്പം അടുത്ത ഒരാളും കൂടെ വന്നിട്ടുണ്ട്, കാർത്തികേയൻ അയ്യാമ്പിള്ളിൽ. ഹരി ഓം, പ്രണാമം. അപ്പം സൃഷ്ടാവിനെ കുറിച്ച് പറഞ്ഞു. ഏക സൃഷ്ടാവ്, പ്രപഞ്ചത്തിന് ഒരൊറ്റ സൃഷ്ടാവേ ഉള്ളൂ. ആരാണ് പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചിരിക്കുന്നത്? അതാണ് നമ്മുടെ സൃഷ്ടാവ്. നമ്മളെ സൃഷ്ടിച്ചതും മറ്റുള്ള ചരാചരങ്ങളെ സൃഷ്ടിച്ചതുമായ പ്രപഞ്ചത്തിന്റെ ശില്പിയാണ് ഭഗവാൻ നാരായണൻ. അതിന്റെ താഴെയാണ് ബാക്കി ദൈവങ്ങളെല്ലാം. നമ്മളെ ഒരു വിധത്തിൽ നമുക്ക് പറയാം നമ്മളെല്ലാം ദൈവങ്ങളാണ്. പക്ഷെങ്കിൽ നമ്മുടെ മഹാദൈവം അഥവാ സുപ്രീം ദൈവം എന്ന് പറയുന്നത് നാരായണനാണ്. നമ്മുടെ ഭാരതത്തിൽ പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നാണ്. അതായത് എല്ലാം പലതെല്ലാം കൂടെ ചേർന്ന് ഒന്നാകുന്നു എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം. അത് പല നദികളും അരുവികളും തോടുകളും എല്ലാം ഒഴുകി ഒരു സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു എന്നാണ് പറയുന്നത്. ആ സമുദ്രത്തിൽ ചെന്ന് ചേരുന്നു. പക്ഷെ നമ്മളിവിടെ പഠിക്കുന്ന സമുദ്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. സമുദ്ര വലിയ ശക്തിയിലാണ് എല്ലാം ഇരിക്കുന്നത്. നാരായണനെ പ്രാർത്ഥിക്കുന്നവർക്ക് വേറൊരു ദൈവത്തിന്റെ ആവശ്യമില്ല. കാരണം അതിൽ സകലതും ഉണ്ട്. സകലതും ഭഗവാൻ. ഈ പ്രപഞ്ചം മുഴുവൻ ഭഗവാനിൽ അടങ്ങിയിരിക്കുന്നു. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഓരോ ദൈവങ്ങളെ നമ്മൾ ആരാധിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മൾ ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുക. നമ്മുടെ ഉള്ളിലാണ് ആ ഭഗവാൻ ഇരിക്കുന്നത്. അപ്പം നരനും നാരായണനും ഒന്ന് തന്നെയാണ്. ഭഗവാൻ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ ഭഗവാൻ യോഗ നിദ്രയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ത്രോബ് ചെയ്യുന്നില്ല, ടക് ടക് അടിക്കുന്ന അത് ഭഗവാൻ നാരായണന്റെ ഊർജ്ജമാണ്. അത് ഭഗവാൻ ഇരിക്കുന്നത് യോഗ നിദ്രയിലാണ്. അതുകൊണ്ടാണ് ഭഗവാന് ആർക്കും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കാത്തത്. കാരണം ഭഗവാനെ ഉണർത്തണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തേ പറ്റും. അതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിഷ്കാമ ഭക്തിയാണ്. ഭക്തി ഇല്ലാതെ നമുക്ക് ഒരിക്കലും മുക്തിയുമില്ല. നമുക്ക് ജീവിതത്തിൽ ശാന്തിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല, സ്വാതന്ത്ര്യമില്ല, ഒന്നുമില്ല. അപ്പം ഭക്തിയാണ് ആദ്യത്തേത്. അത് നിഷ്കാമ ഭക്തി. രണ്ടാമത്തെ നിഷ്കാമ കർമ്മം. മൂന്നാമത്തെ നിഷ്കാമ സ്നേഹം. നാലാമത്തെ നിഷ്കപടത. അഞ്ചാമത്തെ നിർവൈരത. ആറാമത്തേത് അഹിംസ. അഹിംസയാണ് പരമമായ ധർമ്മം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എല്ലാം നമ്മൾ പാലിക്കുമ്പോൾ 6 കാര്യങ്ങളാണ് നമ്മൾ പാലിക്കുന്നത്. ഈ 6 കാര്യങ്ങൾ കടന്നാൽ പിന്നെ ഏഴാമത്തെ ഈ 6 പടികളും നമുക്ക് ഇതിനെ പറയാം. ഇതിനെ നമുക്ക് സോപാനപ്പടികളായിട്ട് പറയാം. സപ്ത സോപാനപ്പടികൾ. അപ്പൊ 6 പടികൾ കഴിഞ്ഞാൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാവും. ശിവശംഭു. ആദ്യം നമുക്ക് ശിവനെയാണ് കിട്ടുന്നത്. ഭഗവാൻ എല്ലാവർക്കും ദർശനം കൊടുക്കും. ആദ്യം ശിവരൂപത്തിലാണ് ദർശനം കൊടുക്കുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് കിട്ടിയത്. കാരണം നിങ്ങൾ വിചാരിക്കില്ല നമ്മൾ ആ ജടാധാരിയായിട്ട് ചന്ദ്രക്കലയൊക്കെ വെച്ച് പാമ്പിനെയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊന്നും അല്ല ഭഗവാൻ നമുക്ക് ദർശനം തരുന്നത്. നമ്മുടെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് ദർശനം തരുന്നത്. നമുക്ക് എല്ലാം കാണുന്നതെല്ലാം നമ്മുടെ കണ്ണിൽ ശിവനായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അവസരം വരും. എവിടെ നോക്കിയാലും നമുക്ക് ആ ശിവന്റെ ഒരു എന്താ പറയുന്നത്, എന്ത് നോക്കിയാലും ആ ശിവനെ നമുക്ക് അതിൽ കാണത്തക്ക പോലെ ഒരു അനുഭവം നമുക്ക് വന്നു തരും. അത് ഈ 6 കാര്യങ്ങൾ പിന്തുടർന്ന് പോകുമ്പോഴാണ് നമ്മളിവിടെ സന്യാസത്തെ കുറിച്ചൊന്നല്ല സംസാരിക്കുന്നത്. സന്യാസത്തിൽ കുണ്ടലിനെ ഉണർത്തുക എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ ശിവയോഗമാണ്. നമ്മൾ വിഷ്ണു യോഗമാണ് പഠിക്കുന്നത്. അതിനകത്ത് ഇതൊന്നും ഇല്ല കേട്ടോ. ഇനി ആരാ വന്ന്? അനൂപ് അജൂസ്. കണ്ണാ നമസ്കാരം. ഹരിയോം.
അപ്പം നമ്മൾ പറഞ്ഞു വന്നത് 6 പടികൾ കഴിഞ്ഞാൽ 6 സോപാനപ്പടികൾ കടന്നാൽ നമുക്ക് 7ാമത്തെ പടിയായ ശിവനിലെത്താം, ഭഗവാൻ ശിവനിലെത്താം. ശിവൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് നമ്മൾ അത് കഴിഞ്ഞാൽ ബ്രഹ്മാവിൽ. ആ ബ്രഹ്മാവിൽ എത്തിക്കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്ന് നമുക്ക് തോന്നും. നമ്മൾ തന്നെയാണ് ഈ ബ്രഹ്മ, ഈ കാണുന്ന എല്ലാം നമ്മളാണെന്നുള്ളൊരു ബോധം വരും. ശിവനിലെത്തിക്കഴിഞ്ഞാൽ, ഭഗവാൻ ശിവനിലെത്തിയാലും നമുക്ക് തോന്നും എല്ലാം ശിവമയം, ശിവശക്തിമയം, കല്ലും കളഭവും കാഞ്ചനവും എല്ലാം ശിവമയം, അങ്ങനെ ഒരു ബോധം ഉണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഉയരുമ്പോഴാണ് നമുക്ക് ബ്രഹ്മത്തിന്റെ ബോധം ഉണ്ടാകുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയും, തത്വമസി എന്ന് പറയും, എല്ലാം നമ്മളാണെന്നുള്ള ഒരു ബോധം പിന്നീട്. ഈ 6 പടി കടന്ന് 7ാമത്തെ പടിയിലെത്താം. ഈ 6 പടിയൊന്നും നമ്മുടെ മനസ്സിലെ പടികളല്ലാതെ ശബരിമലയിലെ പടികൾ പോലത്തെ പടികളൊന്നും എവിടെയും കെട്ടിവെച്ചിട്ടില്ല. അപ്പൊ 7ാമത്തെ പടിയിലാണ് ഭഗവാൻ ശിവനെ കിട്ടുന്നത്. ഈ ശിവനും ബ്രഹ്മാവിനെയും കിട്ടിക്കഴിയുമ്പോൾ അടുത്തത് 8ാമത്തെ തലത്തിലെത്തുമ്പോഴാണ് നമുക്ക് വിഷ്ണു ഭഗവാനെ കിട്ടുന്നത്. വിഷ്ണു ഭഗവാനാണല്ലോ ഏറ്റവും സാത്വികമായ രൂപമുള്ള ആള്. അപ്പം വിഷ്ണു ഭഗവാനിൽ എത്തുമ്പോഴാണ് നമ്മൾ നാരായണിൽ എത്തിച്ചേരുന്നത്. ഇത്രയും നമുക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ യോഗിയായി മാറും, എന്നെ പോലെ ഒരു യോഗിയായി മാറും. കാരണം യോഗി എന്ന് പറഞ്ഞാൽ ഭൗതികവും ആത്മീയവും എല്ലാം ഒരുപോലെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ശ്രീകൃഷ്ണ ഭഗവാൻ ആരായിരുന്നു? യോഗേശ്വരനായിരുന്നു. കാരണം ഭഗവാൻ യോഗേശ്വരനാണെന്നുള്ളതിന് ഭഗവത്ഗീതയുടെ 700ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകം പറയുന്നത് എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര. എത്ര യോഗേശ്വരോ കൃഷ്ണ, കൃഷ്ണൻ ആരായിരുന്നു? യോഗേശ്വരനായിരുന്നു. എത്ര യോഗേശ്വരോ കൃഷ്ണ എത്ര പാർത്ഥോ ധനുർധര. തത്ര ശ്രീ വിജയോർ പുതിർ ധുവാ നീതിർ മതിർമമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അർത്ഥം ഒന്നും പറയാൻ പോകുന്നത്, നമുക്ക് അതിന് സമയമില്ല. അപ്പൊ നമ്മൾ യോഗിയാവും. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒറ്റയടിക്ക് ഈ ഗൃഹസ്ഥരായിട്ട് ജീവിക്കുന്നവർക്ക് യോഗിയാകാനൊന്നും പറ്റത്തില്ല. നമുക്ക് ഇത്തിരി സമയം വേണം എല്ലാത്തിനും. അപ്പൊ ആദ്യം നമ്മൾ എന്താ യോഗിയാകുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണ്ടേ? നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ അമ്മ അച്ഛന് സുഖമില്ല, അല്ലെ അമ്മയും അച്ഛനും ഒരു പ്രശ്നമായിരിക്കും, ചിലപ്പോൾ മക്കൾ ഒരു പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ഭാര്യ ഒരു പ്രശ്നമായിരിക്കും, ഭർത്താവായിരിക്കും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, കൂട്ടുകാരെയും കൊണ്ട് ചിലപ്പം പല ദുരിതങ്ങളും കടങ്ങളൊക്കെ വന്നു കയറും, കടത്തിന്റെ പ്രശ്നം ഉണ്ടാവും, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നം, പ്രധാനമായിട്ട് സാമ്പത്തിക പ്രശ്നമായിരിക്കും എല്ലാവർക്കും കൂടുതലായിട്ടുള്ളത്. പിന്നെ കുടുംബത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നങ്ങളിലൊക്കെ കിടന്ന് ഉഴലുന്ന ഒരാൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് യോഗിയാണോ എന്ന് നടക്കുന്ന കാര്യമാണോ? നമ്മൾ യോഗിയാകുമ്പോഴേ നമുക്ക് ഭഗവാനെ കിട്ടത്തുള്ളൂ. കാരണം നമ്മൾ ഈ പഞ്ചസാര വെള്ളത്തിനകത്തിട്ട് അലിഞ്ഞ് ചേരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, വെള്ളവും പഞ്ചസാരയും കൂടെ ഒന്നാവുന്നത്, ആ ഒരു അവസ്ഥയാണ് യോഗാവസ്ഥ. അപ്പൊ അതില് നമ്മുടെ സുപ്രീം പപ്പാജിയായ അല്ലെ നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടാവായ നാരായണന്റെ കൃപ കൊണ്ട് ശീലായപ്പനായ എനിക്ക് അതിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു. അതിലെല്ലാവർക്കും എത്തിച്ചേരണമെന്ന് ഞാൻ ഗ്യാരണ്ടി ഒന്നും തരില്ല. പിന്നെ ശ്രമിച്ചു നോക്കുക, ട്രൈ ടിൽ യു ഗെറ്റ് ദ സക്സസ്. പക്ഷെ അതിൽ ഉപരി നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണം, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അപ്പൊ നമ്മളിപ്പോൾ മതത്തിന്റെ മേളിൽ കൂടെ സഞ്ചരിക്കുന്നത്, ഒരു മതത്തിലും അല്ല സഞ്ചരിക്കുന്നത്. ഒരുപാട് മതങ്ങൾ ഈ ലോകത്തുണ്ട്, പ്രധാനമായിട്ടും 3 മതങ്ങളാണ്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പഠിപ്പിക്കാം. അപ്പൊ നമ്മൾ ഈ മതത്തിനെ ഒന്നും അല്ല ഇപ്പം പിന്നെ പഠിക്കുന്ന, മതത്തിനെ കുറിച്ചല്ല, മതങ്ങളെ ദൈവങ്ങളെ കുറിച്ച് അവരെല്ലാം വിട്ട് അവരുടെ മേളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കണം. മതം വിട്ടിട്ട് സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പം ഭഗവാനിൽ എത്തിച്ചേരണമെങ്കിൽ ഞാൻ പറഞ്ഞു ഈ 7 പടി, ഇതിനെ സപ്ത സോപാന പടി നമുക്ക് പറയാം. അത് കടക്കുമ്പോഴാണ് നമുക്ക് നാരായണനെ, നമ്മുടെ സൃഷ്ടാവായി ഉള്ളിലിരിക്കുന്ന ഭഗവാനെ കാണാനാണ് ഈ 7 പടികൾ കയറി പോകേണ്ടത്. പെട്ടെന്നൊന്നും ഭഗവാൻ ആർക്കും പ്രത്യക്ഷീഭവിക്കുന്നില്ല, അല്ലെങ്കിൽ ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നില്ല, നമ്മളെ അനുഭവിപ്പിച്ചു തരുന്നില്ല. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഭഗവാനെ അനുഭവിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഭഗവാനും നമ്മൾ ഒന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കണം. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ എനിക്ക് സമയം വളരെ പ്രധാനപ്പെട്ടാണ്, ബിക്കോസ് ടൈം ഈസ് വെരി പ്രഷ്യസ്. ഓക്കെ, കാരണം പങ്ക്ച്വാലിറ്റി വേണം. ഇന്ന് എനിക്ക് 2-3 മിനിറ്റ് എനിക്ക് ലേറ്റ് ആയപ്പോഴത്തേന് അത് എൻ്റെ കുഴപ്പമല്ല, ഫോണിൻ്റെയാണ്, കണക്ഷൻ്റെ പ്രശ്നമാണ്. അത് കാരണം ഇച്ചിരി ഞാൻ ലേറ്റ് ആയിപ്പോയി. അപ്പം ഭഗവാനെ ഞാൻ മറ്റു രീതിയിൽ കൂടെ കാണിച്ചു. ഭഗവാൻ ഏകനാണെന്ന് ഞാൻ പറഞ്ഞു, സൃഷ്ടാവ് അല്ലെങ്കിൽ സുപ്രീം ദൈവമായ എല്ലാ ദൈവങ്ങളുടെയും മുകളിലുള്ള എല്ലാ ദൈവങ്ങളുടെയും സൃഷ്ടാവായ ഭഗവാൻ നാരായണൻ ഏകനാണ്. പക്ഷെ ഭഗവാൻ 3ആയിട്ടാണ് ഇരിക്കുന്നത്. ഒന്ന് പോസിറ്റീവ്, നെഗറ്റീവ്, 0. അതിനെയാണ് നമ്മൾ വിഷ്ണു, ശിവൻ, ബ്രഹ്മാവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ തലയുടെ ഈ ഭാഗം തൊട്ട് നമ്മുടെ നെഞ്ച്, ഹാർട്ടിന്റെ ഈ ഭാഗം വരെ ഇരിക്കുന്ന ആ ശക്തി എന്ന് പറഞ്ഞത് വിഷ്ണു ശക്തിയാണ്. കാരണം വിഷ്ണു ശക്തി ഇരിക്കുന്നത്, അതായത് നാരായണന്റെ ശക്തി ഇരിക്കുന്നത് ഹാർട്ടിലാണ്. ഹാർട്ട് നമുക്ക് ഒന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഈ ലോകത്ത് വൈഷ്ണവ മതം എന്ന് പറഞ്ഞൊരു മതമുണ്ട്. അവർ ഒരൊറ്റ ദൈവത്തിനെ ആരാധിക്കുള്ളൂ, ഒരു പിതാവിനെ മാത്രമേ ആരാധിക്കുള്ളൂ. കാരണം അവർക്കും അത് മതി. കാരണം പിതാവെന്ന് പറഞ്ഞാൽ സാക്ഷാൽ നാരായണനാണ്. നാരായണനെ ആരാധിക്കുന്നവർക്ക് എന്തിനാണ് ഒരുപാട് ദൈവങ്ങളെ. അപ്പൊ നമ്മുടെ ഈ ഭാഗം തൊട്ട് ഈ നെഞ്ച് ഭാഗം, അതായത് ഹൃദയത്തിന്റെ ഈ ഭാഗം വരെ ഉള്ളത് അത് വിഷ്ണു ഭഗവാന്റെ വാസസ്ഥാനമാണ്. നമ്മുടെ എല്ലാവരിലും നന്മ, അതായത് ഹാർട്ടിലാണ് നന്മയും തിന്മയും എല്ലാം ജനിക്കുന്നത്.
പക്ഷെ ആ നന്മ ഇരിക്കുമ്പോഴാണ് നമ്മൾ വിഷ്ണു ഭഗവാൻ ഉള്ളത്. അതായത് പ്രേമം. ഞാൻ ഇന്നലെ പറഞ്ഞ പ്രേമത്തിന്റെ കാര്യം, ഞാനൊരു പ്രേമരോഗിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുപ്പകാലം തൊട്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പം ആ പ്രേമമൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. മനസ്സെന്ന് പറയുന്നതാണ് ഹൃദയം. രണ്ടും ഒന്ന് തന്നെയാണ് സംഭവം. അതും ആർക്കും അറിയത്തില്ല. ഹൃദയം തന്നെയാണ് മനസ്സ്. അതിന്റെ ഒരു കാര്യം പറയണമെങ്കിൽ നമ്മളിപ്പോൾ ഒരു പെട്ടെന്ന് നമുക്കൊരു ടെൻഷൻ ഉണ്ടായി, നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കണ്ടില്ല, അപ്പോഴത്തേക്കും നമ്മുടെ ഹൃദയമൊക്കെ ഇടിക്കാൻ തുടങ്ങും. നമ്മൾ ആകെപ്പാടെ പരവശരായിപ്പോൾ എന്തെങ്കിലും ഒന്ന് കണ്ടില്ലേ, മക്കൾ, എന്റെ കാര്യമല്ല കേട്ടോ, മറ്റുള്ളവർ സാധാരണ പേരൻസിന്റെ കാര്യം, അവരുടെ മക്കളൊന്ന് ലേറ്റ് ആയി, അല്ലെ ഭർത്താവ് ലേറ്റായി, ഭാര്യ ലേറ്റ്, എവിടെ പോയി, എന്തി ഒരു വെപ്രാളമാണ്, അല്ലെ ആരെങ്കിലും മരിച്ചെന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ദേഹം എല്ലാം ഒരുമാതിരി വല്ലാതായി ഹൃദയം പിടിക്കാൻ തുടങ്ങും. പെട്ടെന്ന് ഹാർട്ടിന്റെ പ്രവർത്തനമൊക്കെ അത് കൂടുകയും അതിന്റെ ബീറ്റ്സ് ഒക്കെ മാറും. പിന്നെ BP ഉണ്ടാകും, ആൾക്കാർക്ക് തല കറങ്ങും, അങ്ങനെ എന്തെല്ലാം പ്രശ്നം, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലാണ് ഈ പ്രശ്നം നടക്കുന്നത്. അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ മനസ്സാണ്. മനസ്സിലുണ്ടാകുന്ന ഓരോ ചലനങ്ങൾ ഹൃദയത്തിൽ തന്നെയാണ്. അപ്പൊ ഹൃദയത്തിന് ശാന്തി സമാധാനം കൊടുക്കുന്നവർക്ക് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല. ഹൃദയം എപ്പോഴും എന്നെ പോലെ സന്തോഷത്തോടും ശാന്തിയോടും ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും BP ഉണ്ടാകത്തില്ല, ഗ്യാരണ്ടിയാണ്. അപ്പൊ ഇതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടെങ്കിൽ മാത്രമേ, കാരണം ഭക്തിയിൽ ഭഗവാനാണല്ലോ ഉള്ളിലിരിക്കുന്നത്. ഭക്തി ഇല്ലാതെ ഭഗവാൻ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യത്തില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം ഭഗവാനെ കുറിച്ച് പറഞ്ഞു. ഭഗവാൻ നാരായണ മൂന്നായിട്ടിരിക്കും, നമ്മുടെ ശരീരത്തിൽ തന്നെ മൂന്നായിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഈ ഭാഗം തൊട്ട് 5 ഭാഗം വരെയുള്ള, അത് നമ്മൾ തൊറാക്സ് എന്നൊക്കെ പറയും, ചെസ്റ്റ് എല്ലാം കൂടെ ചേർന്നാൽ വിഷ്ണു ഭഗവാനാണ്. ഓക്കെ. അത് കഴിഞ്ഞാൽ നമ്മുടെ വയറ്, നാഭിയുടെ ഏരിയ, ഇതെന്ന് പറയുന്നത് ഭഗവാൻ ബ്രഹ്മാവാണ് ഇരിക്കുന്നത് അവിടെ. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ബഹുദൈവമാണ്, 4 തലയുള്ള ആളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നോക്കുന്ന ആളാണ്. കാരണം വയറ്റിലാണല്ലോ ഒരുപാട് സന്തതികളൊക്കെ ജനിക്കുന്നത്. അതുപോലെ പിന്നെ വയറ്റിലാണല്ലോ ഒരുപാട് തരത്തിലുള്ള ഫുഡൊക്കെ ദഹിക്കുന്നതും കിടക്കുന്നതും എല്ലാ പ്രവർത്തനവും നടക്കുന്ന ഈ ബ്രഹ്മാവിന്റെ ഏരിയ ആണ് അത്. പിന്നെ അടുത്തത് ലിംഗം തൊട്ട് പാദം വരെയുള്ള സ്ഥലം ഭഗവാൻ ശിവന്റെ ഏരിയയാണ്. അത് ശിവലിംഗം. അതായത് ഭഗവാൻ ശിവനും ഒരു മതമുണ്ട്, അതിനെ ലിംഗമതം എന്ന് പറയില്ല, ശൈവമതം എന്ന് പറയും. ആ മതക്കാർക്ക് ലിംഗമാണ് പ്രധാനം. ലിംഗം വിട്ടൊരു കളി അവർക്കില്ല. അപ്പം ശിവനെ ആരാധിക്കുക, ലിംഗം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് ശ്രീലിംഗം ആയിക്കോട്ടെ പുല്ലിംഗം ആയിക്കോട്ടെ, എല്ലാവർക്കും ഒരാൾക്ക് ഒരു ലിംഗമേ ഉള്ളൂ. അപ്പം ലിംഗാരാധന നടക്കുന്നവർക്ക് ഒരു ദൈവമേ ഉള്ളൂ, ഒറ്റ ദൈവമേ ഉള്ളൂ ശൈവർക്ക്, അത് ശിവനാണ്. വൈഷ്ണവർക്ക് ഒരു ദൈവമേ ഉള്ളൂ, അത് പിതാവാണ്, അത് പിന്നെ നാരായണനാണ്, അത് വേറെ പേരിലാണ് അവർ ആരാധിക്കുന്നത്. അപ്പം നമ്മുടെ 33% വിഷ്ണുവാണ്, 34% ബ്രഹ്മാവാണ്, പിന്നെ ബാക്കിയുള്ള 33% ശിവൻ. അത് ലിംഗം തൊട്ട് താഴോട്ട് പാദം വരെയുള്ളത് ശിവനാണ്. അപ്പം മനസ്സിലായത് നമ്മൾ തന്നെ സ്വയം പിന്നെ എന്താ പറയുന്നത് 3 ത്രിമൂർത്തികളാണ്. പക്ഷെ ഇത് 3 ചേർന്ന് ഈ 3 ഭാഗം കൂടെ ഒന്നിച്ചെങ്കിലല്ലേ നമ്മളാവുള്ളൂ. അതായത് ഈ 3 മൂർത്തികളും ചേർന്നെങ്കിൽ മാത്രമേ നാരായണൻ പൂർണ്ണമാവുകയുള്ളൂ. 3 ചേരണം. അപ്പൊ ഈ 3നെയും കുറിച്ച് 3നെയും പ്രാർത്ഥിച്ചു നടന്നാൽ ഒന്നും നാരായണനിൽ എത്തത്തില്ല. നമുക്ക് പതുക്കെ ക്രമേണ ഇപ്പൊ എന്റെ ഒരു ഗുരുവിന്റെ ഒരു ഉപദേശം, ഞാൻ പറഞ്ഞ വഴിയിൽ കൂടെ നിങ്ങൾ സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ എത്താം. കാരണം ഈ A+B² A² + 2AB + B². അപ്പൊ അത് നമുക്ക് ആ ഫോർമുല അറിയാമെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഈ ഫോർമുല അറിയാത്തവരൊരു കണക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഫോർമുല പഠിപ്പിക്കുകയാണ്. ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ, ലൈഫിൽ അത് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഭഗവാനെ കണ്ടെത്താൻ പറ്റും. അത് ഗ്യാരണ്ടിയാണ്. ഈ ഭൂമിയിൽ വേറൊരാൾ നിങ്ങൾക്കിത് പറഞ്ഞു തരത്തില്ല. കാരണം ഒരു മനുഷ്യരും സൃഷ്ടാവിനെ കുറിച്ച് ഈ ലോകത്ത് പറയുന്നില്ല. എല്ലാവരും മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ മതം ശ്രേഷ്ഠമാണ്, ഞങ്ങളുടെ ദൈവമാണ് ശരി, നിങ്ങളുടെ ദൈവം ശരിയല്ല. എല്ലാവരും വേറെ 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 ഗ്രൂപ്പ് ഉണ്ടാക്കി പലതായിട്ട് അങ്ങ് പിരിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ഞാനിപ്പോൾ എല്ലാവരും ഒന്നിപ്പിക്കാനുള്ള പണിയാണ്. എല്ലാവരെയും ചേർത്ത് ഭഗവാൻ നാരായണന്റെ ധർമ്മത്തിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമമാണ്. പക്ഷെ ഞാൻ കൂടുതലൊന്നും ചെയ്യത്തില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഞാൻ മാറി നിൽക്കുകയുള്ളൂ. അനൂപ് തൊടുപുഴ പടി, ഹരിയോം, സ്വാഗതം. പിന്നെ ആരാണോ ഉള്ളത്? അനൂപ് അച്ചൂസ്, അനൂപ് തൊടുപുഴ, റോഷി ലൈഫ് ലൈൻ. ഹരിയോം, പ്രണാമം, സന്തോഷം. എല്ലാവരും വന്നിരുന്ന് കുറേ ആളുകൾ വന്നിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മുടെ ഞാൻ ഭഗവാനെ കാണിച്ചു തന്നല്ലോ. സ്വയം നിങ്ങൾ ഭഗവാനാണ്, നിങ്ങളുടെ ശരീരത്തിൽ 3 ഭഗവാൻ. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മാവിനെ ആരും ആരാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടായിട്ട്, ഈ ആരാധന വരുമ്പോൾ രണ്ടായിട്ട് ആരാധിക്കുക. നമ്മുടെ ഉള്ളിൽ ആരാധിച്ചാൽ അത് വിഷ്ണു ആരാധനയാണ്, ഉള്ളിൽ ആരാധിക്കുന്ന വിഷ്ണു ആരാധനയാണ്. പുറത്ത് ആരാധിക്കുന്നത് ശരീരമാണ്, മൊത്തത്തിലാണ് അതിനെ ശിവനായിട്ട് കണക്കുക. ശരീരം വിഗ്രഹത്തിൽ ആരാധിക്കുന്നതൊക്കെ ശിവാരാധന ഭാഗമാണ്. കാരണം ഈ സൗത്ത് ഇന്ത്യയിലെല്ലാം വിഗ്രഹാരാധന, നോർത്ത് ഇന്ത്യയിലും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ കേരളവും തമിഴ്നാടും ഒക്കെ ദ്രാവിഡവർത്തമാണ്. അവിടെ ശിവാരാധനയുടെ രീതിയിലാണ് എല്ലാ ആരാധനയും നടക്കുന്നത്. സത്യത്തിൽ വിഷ്ണു ഭഗവാനെ ആരാധിക്കാൻ ഒരു പാടില്ല. അതിന് നമുക്ക് അമ്പലവും വേണ്ട, ഒരു വിഗ്രഹം വേണ്ട, യാതൊന്നും വേണ്ട. നമ്മുടെ മനസ്സിൽ പ്രേമം അഥവാ ഭക്തി ഉണ്ടായാൽ മതി, വേറൊന്നും വേണ്ട. അപ്പൊ ഇന്നലെ ഞാൻ 6 പടിയെക്കുറിച്ച് പറഞ്ഞു. 7ാമത്തെ പടിയിൽ ഭഗവാൻ ശിവനും ബ്രഹ്മാവുമാണ് 7ാമത്തെ പടി. 8ാമത്തെ പടിയിലാണ് ഭഗവാൻ
നാരായണൻ ഇരിക്കുന്നത് 7 പടി നമ്മൾ കയറുമ്പോഴാണ് നമുക്ക് ഭഗവാനെ കിട്ടുന്നത്. അപ്പോഴാണ് നമ്മളും ഭഗവാൻ ഒന്നാണെന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 7 പടിയെ നമുക്ക് സപ്ത സോപാന പടികളെന്ന് പറയാം. ഇപ്പം നമ്മൾ ക്രിസ്തു മതത്തിൽ 10 കൽപ്പനകളുണ്ട്, പിന്നെ ഇസ്ലാം മതത്തിൽ 5 പില്ലേഴ്സ് ഉണ്ട്, സ്തംഭങ്ങളുണ്ട്, 5 സ്തംഭങ്ങളുണ്ട്. അതുപോലെ ബുദ്ധമതത്തിൽ പഞ്ചമഹാതത്വങ്ങള്, പഞ്ചശീല തത്വങ്ങള്, അഷ്ടാംഗ മാർഗം, ഇങ്ങനെ ഓരോ മതത്തിനും ഓരോരോ തത്വങ്ങളുണ്ട്. ഒരു തത്വങ്ങളില്ലാതെ നമുക്കൊന്നും പറ്റത്തില്ല. ഒരു കാര്യം എല്ലാം ഒരു പ്രിൻസിപ്പിളിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ക്ലോക്ക് വർക്ക് ചെയ്യണമെങ്കിൽ അതിലൊരു പ്രിൻസിപ്പിൾ വേണം. അപ്പോൾ നമ്മുടെ ഈ മനുഷ്യർക്ക് മാത്രമേ ഉള്ള ഒരു പ്രിൻസിപ്പിളും ഇല്ലാതെ എങ്ങനെയെങ്കിലും അവർ ഒത്തപോലെ ഓരോ മതങ്ങളും പറയുന്ന പ്രിൻസിപ്പിളുമായിട്ട് അവർ നടക്കുന്നത്. അല്ലെങ്കിൽ അപ്പോൾ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലുള്ളവർക്ക് പ്രിൻസിപ്പിളേ ഇല്ല, അവർക്ക് ഒന്നുമില്ല, അവരെന്തെങ്കിലും അവർക്കൊന്നും വേണ്ടെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. കാരണം അത് അങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഈ വെള്ളമെല്ലാം വാർന്നു പോയിട്ട് ചിറ കെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം ഇനി നമുക്ക് കുറച്ച് ചിറ തടുത്ത് കെട്ടാം, വെള്ളത്തിനെ കുറച്ച് സ്റ്റോർ ചെയ്യാം. പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള നമ്മളിപ്പോൾ ഏകത്വത്തിൽ നാനാത്വം, അതായത് സമുദ്രം കുറിച്ച് പഠിക്കുമ്പോൾ സമുദ്രത്തിൽ എല്ലാ നദികളും വന്നു ചേരും. പ്രപഞ്ചത്തിലുള്ള സകല അല്ലെ ഭൂമിയിലുള്ള സകല നദികളും വന്നു ചേരുന്ന ഒരിടമാണ് സമുദ്രം. അതുപോലെയാണ് ഭഗവാൻ നാരായണൻ പറഞ്ഞ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാനിലെയാണ് നമ്മളിപ്പോൾ അറിയുന്നത്. അപ്പം ശിവനെ, ബ്രഹ്മാനും വിഷ്ണുവിനെ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് തന്നെ നമുക്ക് വൃക്ഷങ്ങളുടെ കാര്യത്തിൽ നോക്കിയേ. ഇപ്പോൾ ആൽമരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ചെറിയൊരു വിത്താണ്, അതിനാണ് നമ്മൾ ബ്രഹ്മം എന്ന് പറയും, അല്ലെ ബീജം എന്ന് പറയും. അത് തന്നെ ഭഗവാൻ തന്നെയാണ്, അതിനകത്ത് ഉള്ളിരിക്കുന്ന ശക്തി ഭഗവാനാണ്. ചെറിയ വിത്തിൽ നിന്നല്ലേ എത്രയോ വലിയ ആൽമരം ഈ ലോകത്തുണ്ടാകുന്നു. അതിന് 3 ഭാഗമില്ലേ, ഒന്ന് റൂട്ട്സ് ഉണ്ട്, അതായത് അതിന്റെ വേര്, സ്റ്റെം ഉണ്ട്, അതായത് അതിന്റെ തടി, പിന്നെ അതിന് മേളിലും റൂട്ട്സ് ഉണ്ട്, താഴെയും റൂട്ട്സ് ഉണ്ട്, പിന്നെ അതിന്റെ ലീവ്സ്. അപ്പോൾ ഒരു ചെറിയ ഒന്നായിരുന്നത് 3ആയിട്ട് തിരിഞ്ഞു. അതാണ് നമ്മൾ ഓങ്കാരമായ ഒരു 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷ്യത എന്ന് പറയുന്നത്. ഓങ്കാരമായ പൊരുൾ 3ആയി പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷ്യത. അപ്പൊ ഏറ്റവും ചെറിയൊരു ഒരു പറങ്കേണ്ടി അല്ലെങ്കിൽ ഒരു കശുവണ്ടി എന്ന് പറഞ്ഞാൽ നമുക്കത് ഇച്ചിരി വലുപ്പമാണ്. പക്ഷേ ഒരു ആൽമരത്തിന്റെ വിത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. പക്ഷികളൊക്കെ എടുത്ത് കൊണ്ടുപോയി വല്ല ബിൽഡിങ്ങിന്റെ ഒക്കെ മേളിലൊക്കെ കൊണ്ടുപോയി അത് കാഷ്ടിച്ചിട്ട് അവിടെയൊക്കെ ആൽമരമൊക്കെ വളരുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഇത്രയും ചെറിയൊരു വിത്ത് ഒന്നായിട്ടിരുന്നതാണ്, അത് പിന്നീട് അത് 3 ആകുകയാണ്. അതിന് റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ്, അതായത് വേറെ എന്താ സ്റ്റെമ്മിന് തടി, പിന്നെ ഇലകൾ ഇങ്ങനെ മാറിയിരിക്കും. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ ഒരു ഭഗവാനിൽ നിന്നാണ് ഈ സകല ഭഗവാന്മാരും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആൾക്കാർ പല പല ദൈവങ്ങളെ ആരാധിക്കുന്ന ഇവരെല്ലാം എന്താണ്, ഈ ആൽമരത്തിന്റെ ഇലകളും കമ്പുകളും ശാഖകളും പോലെ കൊച്ചു 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 കുട്ടി 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 ദൈവങ്ങളെയാണ് ഈ ആരാധിക്കുന്നത്. അതൊന്നും സത്യത്തെ അല്ല ആരാധിക്കുന്നത്. സത്യത്തെ ആരാധിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള നാരായണനെ തന്നെ ആരാധിക്കണം. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു തന്ന ഒരു പോയിന്റ് കൂടെ ബാക്കിയുണ്ട്. 1 മിനിറ്റ്, എക്സ്ക്യൂസ് മീ. അയ്യോ 25 ആയോ. അപ്പോൾ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ അറിയണമെങ്കിൽ സാധാരണ മനുഷ്യൻ ചെയ്യേണ്ടത് വിഷ്ണുയോഗ പഠിക്കുക. അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ എണീക്കുക എന്നുള്ളതാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ കഴിയുന്നത്ര ഒരു 5 മണിക്ക് നമ്മൾ എണീറ്റ് ഒരു കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാക്കണം. അതായത് പങ്ക്ച്വാലിറ്റി ഈസ് ദ കീ ടു സക്സസ് എന്നാണ്. ഞാൻ രാജേഷ് പറയാം, കുളം ഈസ് വാച്ചിങ്. ഹരി ഓം കണ്ണ, നമസ്കാരം. പിന്നെ സംസാരിക്കാൻ സമയമില്ല. നമുക്കിനി ഒരു ചോദ്യോത്തര പങ്ക്തി നമുക്ക് പിന്നീട് കൊണ്ടുവരാം. ഇനി എനിക്കൊന്നൊരു 13 ക്ലാസ് എന്തെങ്കിലും വേണ്ടി വരും ഇത്ര കാര്യങ്ങൾ പഠിപ്പിക്കാൻ. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയട്ടെ. അപ്പൊ നമ്മൾ സാധാരണ മനുഷ്യനായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞ്, അപ്പൊ അത് നമുക്ക് പരിഹരിക്കണമെങ്കിൽ നമ്മൾ വിഷ്ണുയോഗ പഠിക്കുക. അതായത് വിഷ്ണുവിലേക്ക് വരിക, ശിവനിൽ കൂടെ അല്ല വിഷ്ണുവിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക് വരിക. അപ്പം എന്താ ചെയ്യുന്നത്, ആദ്യം നമ്മൾ കൃത്യസമയത്ത് എഴുന്നേക്കും, ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റാണ്. നമുക്ക് എല്ലാവർക്കും ഒരു മാതാവുണ്ട്, നമ്മുടെ ഭൂമിദേവിയാണ്, അറിയാമല്ലോ. നമ്മളെ താങ്ങിക്കൊണ്ട് നടക്കുന്ന ദേവി വസുന്ധരയാണ്. വസുന്ധരാമ്മ എന്ന് പറഞ്ഞാൽ ഭൂമിദേവിയാണ്. അപ്പം അത് എഴുന്നേറ്റ ഉടനെ നമ്മൾ ഈ തറയിൽ കൈവച്ച് നമ്മളിങ്ങനെ വന്നിക്കണം. അതിന് കീർത്തനമൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു 3 തവണ കൈ തറയെ തൊട്ട് ഇങ്ങനെ വന്നിക്കാം രാവിലെ എണീറ്റ ഉടനെ. അപ്പം അമ്മയെ വന്നിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, മാതാപിതാ, നമുക്ക് ജന്മം തന്ന മാതാവിനെ പിതാവിനെയൊക്കെ കണ്ണടച്ചിരുന്നിട്ട് 1 മിനിറ്റ് ഓം നമോ ഓം മാതൃദേവായ നമഃ, ഓം മാതൃദേവായ നമഃ, ഓം മാതൃദേവായ നമഃ, ഓം പിതൃദേവായ നമഃ, ഓം പിതൃദേവായ നമഃ, ഓം പിതൃദേവായ നമഃ എന്ന് മാതാവിനെ പിതാവിനെ വന്നിച്ചിട്ട് നമുക്ക് ഗുരുവാണല്ലോ അറിവ് പറഞ്ഞത്. നമുക്ക് ഗുരുവിനെ വന്നിക്കുന്ന എങ്ങനെ, ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവോ മഹേശ്വര, ഗുരു സാക്ഷാ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്നും പറയുന്നതിന് ശബ്ദമൊന്നും വേണ്ട, മനസ്സിൽ പറഞ്ഞാൽ ഭഗവാൻ ഉള്ളിൽ നിന്നും കേട്ടോളും. അപ്പം ഗുരുവിനെ വന്നിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാ, ഗുരു, ദൈവം. പിന്നെ ഈശ്വര പ്രാർത്ഥന അറിയാമെങ്കിൽ, കീർത്തനങ്ങളൊക്കെ അറിയാമെങ്കിൽ ഇച്ചിരി നേരം ചൊല്ലുക രാവിലെ എണീറ്റ ഉടനെ. അല്ലാതെ രാവിലെ എണീറ്റ ഉടനെ ബെഡ് കോഫി ഒക്കെ കഴിക്കാൻ പോയി കഴിഞ്ഞാൽ ആർക്കും വിഷ്ണുയോഗ പഠിക്കാൻ പറ്റത്തില്ല, നമുക്ക് നമ്മളെ തിരിച്ചറിയാനും പറ്റില്ല. അപ്പം ഞാനും ഇതൊക്കെ കഴിച്ചോണ്ട് 2004 വരെ ഞാൻ രാവിലെ എണീറ്റ ഉടനെ നല്ല പാൽ കാപ്പി അല്ലെങ്കിൽ ചായയൊക്കെയാണ് എഴുന്നേറ്റ ഉടനെ കുടിക്കുന്ന, പല്ലുപോലും തേക്കാതെ അങ്ങനെ ശീലിച്ചിരുന്ന ഒരാളാണ്. 2004 ആയപ്പം നമുക്കുള്ളിൽ നിന്നാണല്ലോ എല്ലാ പ്രേരണയും കിട്ടുന്നത്. അപ്പം മനസ്സിലിരുന്ന് നമുക്കിങ്ങനെ തോന്നിപ്പിക്കുകയാണ് ഭഗവാനോ ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ശരിയാവും,
ചെയ്യാവുള്ളൂ. കാരണം ഭഗവാൻ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു തന്നു. ഇനിയിപ്പം ഭഗവാന് വേണ്ടി കുറേ സമയം നമ്മൾ ചിലവാക്കണം. അപ്പം ഇന്ന് വരെയുള്ള ജീവിതശൈലിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കണമെന്ന് 2004 അങ്ങനെ തോന്നി. അങ്ങനെയാണ് ഞാൻ വ്രതവും ധ്യാനവും അങ്ങനെ കുറേ കാര്യങ്ങളിലേക്ക് വന്നു. ഈ ചായ കുടി ആദ്യം ഞാൻ ചായ കുടിക്കത്തില്ല, കാപ്പി കുടിയൊക്കെ അങ്ങ് രാവിലെ നിർത്തി. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാവാം കാപ്പി കുടിയെന്ന് വിചാരിച്ചു. എനിക്ക് സ്കൂൾ 7 മണിക്കുള്ള, രാവിലെ 7 മണിക്ക്. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ എണീക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ സ്വയം മാറണല്ല, നമ്മളെ ആരും മാറ്റാൻ പറ്റത്തില്ല. നമ്മൾ സ്വയം ചിന്തിച്ച് മാറുക, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള വഴിയാണ് ഈ പറയുന്നത്. അപ്പം രാവിലെ എണീറ്റു, ഭൂവന്ദനം ചെയ്തു, മാതാപിതാനെ വന്നിച്ചു, ഗുരുവിനെ വന്നിച്ചു, ഈശ്വരനെ വന്നിച്ചു. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കുളിക്കുക എന്നുള്ളതാണ് രാവിലത്തെ കുളി. അത് എല്ലാവർക്കും ഭയങ്കര മടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ രാവിലെ കുളിക്കുകയില്ല. അവർക്ക് പെണ്ണുങ്ങളൊക്കെയാണ് വൈകുന്നേരമാണ് അവരുടെ കുളിയല്ല. ആണുങ്ങൾ മിക്കവാറും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ സമയത്തിന് കുളിക്കും. എന്നിരുന്നാലും ഞാനാണ് ഓക്കെ. അപ്പം നമ്മൾ രാവിലെ കുളിക്കുക, അത് വളരെ അത്യാവശ്യമാണ്. കുളിച്ച് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലൊക്കെ പൂജാമുറി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. എനിക്കന്ന് ഇവിടെ പൂജാമുറി ഇല്ല, എനിക്ക് ഒരു വിളക്കും ഞാൻ കൊളുത്താറില്ല. കാരണം എനിക്ക് ഈ ഇവിടുത്തെ ഒരു ക്രിസ്തീയ ഫാമിലിയാണ്. അതുകൊണ്ടൊന്നല്ല, ഇവിടെ വേണം എനിക്ക് വിളക്ക് കൊളുത്താം. പക്ഷെ എനിക്കതിനൊന്നും സമയമില്ല. കാരണം ഈ ഒരു 10 മിനിറ്റ് കൊണ്ടായിരിക്കും ഞാൻ സന്ധ്യാപ്രാർത്ഥന വന്നിച്ചത്. അതിന് മുമ്പ് യൂട്യൂബിൽ വൈകുന്നേരം സന്ധ്യാദീപം കത്തിക്കണം. അങ്ങനെ എനിക്കിതിനൊന്നും സമയമില്ല. എന്നാലും ഞാൻ ഒരു വിധത്തിലൊക്കെ ഒപ്പിക്കും. അപ്പം പണ്ടൊക്കെ സമയം എടുത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മളിരിക്കുന്ന നമ്മുടെ കട്ടിൽ നമുക്ക് എവിടെയാണ് കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നുകൊണ്ട് കണ്ണടച്ച് കുറച്ച് നേരം പ്രാർത്ഥിക്കുക, നാമം ചെല്ലുക, നമുക്ക് കീർത്തനങ്ങളെ അറിയാൻ വേണ്ടി ചെല്ലുക, നമുക്ക് വേദപാരായണം ചെയ്ത് നമ്മൾ ഏത് മതത്തിലാണ് വിശ്വസിക്കുന്നത്, നമ്മൾ ഏത് വേദത്തെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ രാമായണം ആണെങ്കിൽ രാവിലെ എണീറ്റ് അതിൻ്റെ ഒരു 10 വരി വായിക്കുക, ഒരു 5 മിനിറ്റ് അത് വായിക്കുക. ഇനി വായിക്കാൻ അറിയാത്തവർ യൂട്യൂബിൽ നോക്കിയാൽ അത് ഇഷ്ടം പോലെ രാമായണ പാരായണം കിടപ്പുണ്ട്. ദിവസം 5 മിനിറ്റ് കേൾക്കാം, വിഷ്ണു സഹസ്രനാമം കേൾക്കാം. ഇങ്ങനെയൊക്കെ നമ്മൾ പതുക്കെ നമ്മളിങ്ങനെ അത് നമ്മുടെ മനസ്സ് ആ ഭക്തിയിലോട്ട് വരും. അപ്പം നമുക്ക് ഒരുപാട് ശാന്തി നമ്മുടെ മനസ്സിൽ അനുഭവിക്കും. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും മാറിപ്പോകുന്നതായിട്ട് നമുക്ക് തോന്നും. പിന്നെ കടങ്ങളൊക്കെ നമ്മളായിട്ട് വരുത്തി വെച്ചതല്ലേ, അതിനൊക്കെ സമയം എടുക്കും. കാരണം എനിക്ക് തന്നെ ഒരുപാട് കടമുണ്ടായിരുന്നു. ഇപ്പം ഈ 2026 ജനുവരിയിലാണ് ഞാൻ മൊത്തം കടത്തിൽ നിന്നും മുക്തയായത്. അപ്പം അതൊരു വഴിക്ക് കിടക്കും, അതൊന്നും ഒരു ടെൻഷനായിട്ട് എടുക്കണ്ട. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഭക്തിമാർഗത്തിൽ വരിക. പിന്നെ നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട, നമ്മൾ ജോലി ചെയ്യണം, കർമ്മം ചെയ്യണം. കർമ്മം ചെയ്യാതെ ഒരിക്കലും നമ്മളെ അടങ്ങിയിരിക്കരുത്. നമ്മൾ എന്തെങ്കിലും തൊഴിൽ ചെയ്യും. ഇപ്പം നിങ്ങൾക്കറിയാലോ, എനിക്ക് 62 കഴിഞ്ഞ് ഈ മെയ് മാസത്തിൽ 63 വയസ്സ് പൂർത്തിയാവണം. ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പം കർമ്മം നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, എങ്കിലേ നമുക്ക് ഊർജ്ജമുള്ള. അല്ല എവിടെയെങ്കിലും മൂല കുത്തിക്കൂടി ഇരിക്കുക, അല്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും ആരെങ്കിലും കൊണ്ടു തരുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പം നമ്മൾ ഈ രാവിലത്തെ കുളിയും ജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ആഹാരം കഴിച്ചു. പിന്നെ നമ്മൾ ജോലിക്ക് പോയി, ജോലി കഴിഞ്ഞ് വന്ന് നമ്മൾ പിന്നെ വൈകുന്നേരം പിന്നെ സന്ധ്യാസമയത്ത് നമ്മൾ വണ്ടിയിലായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കാം, പുറത്തെവിടെയെങ്കിലും ആയിരിക്കാം. എവിടെ നിന്നാലും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. നമ്മുടെ ഉള്ളിൽ ഒന്നും അറിയത്തില്ല, ഓം നമോ നാരായണ ചൊല്ലിക്കൊണ്ട് നടക്കുക. ഈ ഒരു മന്ത്രത്തിനാണ് ശക്തി. ഈ ലോകത്തിലുള്ള സകലതും നമുക്ക് നേടിയെടുക്കുക. ഈ ലോകത്തിനെ നമുക്ക് ജയിക്കാൻ പറ്റും ഓം നമോ നാരായണ മന്ത്രം കൊണ്ട്. അത് മാത്രം ചെല്ലിയാൽ മതി. നാരദൻ ചെല്ലുന്നതിൻ്റെ കൂടെ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ നാരായണ 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 ചൊല്ലിക്കൊണ്ട് നടന്നാൽ മതി. ഇത്രയൊക്കെ ഉള്ളു. പിന്നെ കിടക്കാൻ നേരത്ത് ഭഗവാനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടക്കുക. ഇത്രയൊക്കെ ചെയ്താൽ വിഷ്ണുയോഗിയായി, ഇത്രയൊക്കെ നമ്മുടെ ഭക്തിയും ധാരാളമായി. അപ്പോൾ ഈ രീതിയിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ പതുക്കെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലെല്ലാം നമ്മുടെ ജീവിതം പോകും. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് സഹായിച്ചു തരും. കാരണം നമ്മുടെ പ്രശ്നങ്ങൾ കിടക്കുമ്പോൾ നമുക്ക് ഭഗവാനിലെത്താനൊന്നും നമുക്ക് തോന്നുന്നില്ല. അപ്പം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണ്ടേ? അപ്പോൾ അതിന് നമ്മൾ ഭക്തിമാർഗത്തിലോട്ട് വരണം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഒരുപാട് സമയമായി. എനിക്ക് ഡ്യൂട്ടിയുടെ കുറേ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. ഭഗവാന്റെ കീർത്തനം ചൊല്ലിയിട്ട്, അപ്പോൾ ഇന്നലെയാണെന്ന് തോന്നുന്നു, അല്ല ഞാൻ അച്യുതാഷ്ടകം ചൊല്ലിയായിരുന്നു. അതിൻ്റെ 4 ശ്ലോകങ്ങളെ ചൊല്ലിയുള്ളൂ. അപ്പോൾ 8 മൊത്തം. അതിൻ്റെ ബാക്കി 4 അത് ഞാൻ ചൊല്ലി നിർത്താൻ പോവുകയാണ്. സീതയാ സംയുതം സോദരേണാനിതോ ദണ്ണകാരുണ്യ ഭൂപുണ്യതാകാരണം വാദജേനാശ്രിതോ വാനരേ സേവിതോ രാവണാസ്യാന്ധകാരാഖവാപാദമ ധനികാരിഷ്ടിക മുഷ്ടിക സൂദന കേശിക കംസകർവംശിഹാവാദന പുതന മുക്തിദൻ സൂരജാഖേലന ബാലഗോപാലകാപാദമാ സർവദാ വിദ്യുദ്യോത പ്രസ്ഫുരവാസം പ്രാവിടം പ്രോലസ വിഗ്രഹം വന്യാമാലയ ശോഭിതോരസ്ഥലേ ലോകിതാം ഹൃദയം വാരിജാക്ഷം ഭജെ കുജിതൈ കുന്തളർഭാജമാന രത്നമൗലി ലസകുണ്ടലം ഗണ്ണയ ആരകയൂര കങ്കണ പ്രോചനം കിങ്കണി മജ്ജളം ശ്യാമളം തമ്പജെ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. ഗിരിജാമൂർത്തി കണ്ണ, എനിക്ക് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നുമില്ല, എല്ലാം എനിക്ക് കണ്ണന്മാരാണ്. ഗിരിജാമൂർത്തി കണ്ണന് എൻ്റെ പ്രണാമം. ഹരിയോം. നമ്മുടെ ക്ലാസ്സൊക്കെ ഇന്ന് കുറേ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഈ കർമ്മം എന്ന് പറഞ്ഞത് ഇത് ഫലേച്ഛ കൂടാതെ ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ ഭഗവാന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ, അത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി പ്രണാമം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.